ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ബലൂൺ മോളി ഫിഷിന്റെയാണ്. അപ്പോൾ അതാണ്ട് ഈ കാണുന്ന ഐറ്റം ആണ് ബലൂൺ മോളികൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ അക്വേറിയം ഷോപ്പുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷാണ് ഈ ബലൂൺ മോളികൾ എന്ന് പറയുന്നത്. ഇതിന് പെയറിന് ഏകദേശം 40 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് ഏതൊക്കെ കളറിലുള്ള മോളി ഫിഷുകൾ ഉണ്ടെന്നാണ് പറയാനായി പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്, ഏകദേശം 4 എണ്ണമാണ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. വൈറ്റ് കളറിലുള്ള ഏകദേശം 3 ബലൂൺ മോളി ഫിഷുകളാണ് ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറിലുള്ള 3 എണ്ണത്തെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറയാനായി പോകുന്നത്. അപ്പോൾ ഇതിന്റെ മെയിലിനെയും ഫീമെയിലിനെയും കണ്ടുപിടിക്കുക അല്ലെങ്കിൽ തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. മെയിൽ ഫിഷിന്റെ വയറിന്റെ അടിഭാഗത്തായിട്ട് ട്യൂബ് പോലെ കൂർത്ത ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഫീമെയിൽ ഫിഷിന് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന മോളി ഫിഷുകളുടെ വീഡിയോയ്ക്കകത്തല്ല ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ബലൂൺ മോളി ഫിഷുകളെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായി പോകുന്നത്. ബലൂൺ മോളികളെ അക്വേറിയത്തിൽ വളർത്താൻ അനുയോജ്യമായതും വീർത്ത വയറോട് കൂടിയ ചെറിയ ഒരിനം മത്സ്യമാണ്. ഇവർ നല്ല ശാന്ത സ്വഭാവമുള്ള മത്സ്യങ്ങളാണ്. കൂടാതെ പല നിറങ്ങളിലും ഇവയെ ലഭ്യമാണ്. ഇവയ്ക്ക് ശുദ്ധജലത്തിലും ഉപ്പുജലത്തിലും ജീവിക്കാൻ സാധിക്കും. മാത്രമല്ല ഇവ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവയുമാണ്. ബലൂൺ പോലെ വീർത്ത വയറുള്ളതിനാലാണ് ഇവയ്ക്ക് ബലൂൺ മോളി എന്ന പേര് ലഭിച്ചത്. ഇത് പ്രകൃതിദത്തമായ ഒരു രൂപമല്ല, മറിച്ച് പ്രജനനത്തിലൂടെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ്. ഇവ പ്രസവിക്കുന്ന മത്സ്യങ്ങളാണ്, അതായത് ഇവ മുട്ടയിടുന്നതിന് പകരം കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് ജന്മം നൽകുന്നു. ബലൂൺ മോളി ഫിഷിനെ മലയാളത്തിലും ബലൂൺ മോളി എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. വീർത്തിരിക്കുന്ന ഉദരത്തോടു കൂടിയ ഇവ മോളി ഫിഷുകളുടെ ഒരു പ്രത്യേക ഇനമാണ്. ചിലപ്പോൾ ഇതിനെ പായ്ച്ചിറകൻ എന്നും വിളിക്കാറുണ്ട്. മുകളിലെ ചിറക് കപ്പലിന്റെ പായ പോലെ തോന്നിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. ബലൂൺ മോളി മത്സ്യങ്ങൾ പോയ്സിലിഡേ എന്ന കുടുംബത്തിൽപ്പെട്ടവയാണ്. ഗപ്പി, പ്ലാറ്റി തുടങ്ങിയ മറ്റ് മത്സ്യവർഗ്ഗങ്ങളും ഇതേ കുടുംബത്തിൽ ഉൾപ്പെടുന്നവയാണ്. വീർത്ത വയറാണ് ഇവയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. സാധാരണ മോളി ഫിഷുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് ആയുസ് കുറവാണ്. ഏകദേശം 1 മുതൽ 3 വർഷം വരെയാണ് ഇവരുടെ പരമാവധി ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ഇവരുടെ ആൺപെൺ മത്സ്യങ്ങളെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. പെൺമത്സ്യങ്ങളെ അപേക്ഷിച്ച് ആൺമത്സ്യങ്ങൾക്ക് വലിപ്പം കുറവാണെങ്കിലും ഇവയുടെ മുതുച്ചിറകുകൾ നീളമുള്ളതാണ്. ആൺമത്സ്യങ്ങളുടെ അടിവശത്ത് ഗുഹ്യഭാഗത്തായി ഗോണോപോഡിയം എന്ന കുഴൽ പോലെയുള്ള ഒരു അവയവം കാണപ്പെടുന്നു. എന്നാൽ പെൺമത്സ്യങ്ങൾക്ക് ആൺമത്സ്യങ്ങളെക്കാൾ വലിപ്പമുണ്ടാകും. അടിവശത്തെ ചിറകെന്ന് പറയുന്നത് വിശറി പോലെ ആയിരിക്കും. പെൺമത്സ്യം ഒരു തവണ പ്രസവിക്കുമ്പോൾ സാധാരണയായി 20 മുതൽ 100 കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകാറുണ്ട്. എന്നാൽ അമ്മ മത്സ്യത്തിന്റെ പ്രായം, വലിപ്പം, ആരോഗ്യം എന്നിവ അനുസരിച്ച് കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരാം. ഇവരുടെ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് 4 മുതൽ 6 ആഴ്ച വരെയാണ്. പ്രസവ സമയത്ത് പെൺമത്സ്യങ്ങളുടെ വയർ വീർത്തു വരികയും അതേപോലെ തന്നെ മറ്റു മത്സ്യങ്ങളിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കുക എന്നിവയൊക്കെ പ്രസവ സമയത്ത് പെൺമത്സ്യങ്ങൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. പ്രസവ സമയത്ത് കുഞ്ഞുങ്ങളെ മറ്റു മീനുകൾ തിന്നാതിരിക്കാൻ ബ്രീഡിംഗ് ബോക്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്ലാന്റഡ് ടാങ്കുകളിൽ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു മത്സ്യമാണ് ബലൂൺ മോളികൾ. അതുകൊണ്ട് തന്നെ ഇവയെ വളർത്തുമ്പോൾ ടാങ്കിൽ കുറച്ച് പ്ലാന്റുകൾ കൂടി വച്ചു പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ബലൂൺ മോളികൾ പ്രകൃതിദത്തമായി കാണപ്പെടുന്ന മത്സ്യങ്ങളല്ല. ഇവയെ സാധാരണ മോളികളിൽ നിന്ന് മനുഷ്യർ ശാസ്ത്രീയമായി വളർത്തിയെടുത്തവയാണ്. ഇതിന്റെ പൂർവികർ പ്രധാനമായും മെക്സിക്കോ, വെനസ്വേല, കൊളംബിയ എന്നീ രാജ്യങ്ങളിലെ ജലാശയത്തിൽ നിന്നുള്ളവരാണ്. പ്രസവിച്ച് കിട്ടുന്ന കുഞ്ഞു ബലൂൺ മോളി ഫിഷുകൾ വളരെ ചെറുതായിരിക്കും, പക്ഷേ അവ വേഗത്തിൽ വളരുന്നു. ഏകദേശം 4 മാസം പ്രായമാകുമ്പോൾ അവയെ മുതിർന്നവരായി കണക്കാക്കുന്നു. പക്ഷേ ഈ ഘട്ടത്തിന് ശേഷവും അവർ വളർന്നുകൊണ്ടേയിരിക്കും. മുതിർന്ന മോളി ഫിഷിന്റെ വലിപ്പം ഏകദേശം 2 മുതൽ 4 ഇഞ്ച് വരെ നീളത്തിലെത്താം. ഇവ സാധാരണയായി 2 മുതൽ 4 ഇഞ്ച് വരെ, അതായത് ഏകദേശം 5 സെന്റിമീറ്റർ മുതൽ 10 സെന്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്നു. അതുപോലെ തന്നെ ഇവയുടെ വികസിച്ച വയർ കാരണം സാധാരണ മോളി ഫിഷുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് നീളം കുറവായിരിക്കും. മാത്രമല്ല ഉരുണ്ട ആകൃതിയിലായിരിക്കും ഇവരെ കാണപ്പെടുന്നത്. ശരിയായ രീതിയിലുള്ള പരിചരണം നൽകിയാൽ ഇവ ഏകദേശം 3 മുതൽ 5 വർഷം വരെ ജീവിക്കുന്നു. വളർച്ചയുടെ കാലഘട്ടത്തിൽ ടാങ്കിന്റെ വലുപ്പവും വെള്ളത്തിന്റെ ഗുണനിലവാരവും ഭക്ഷണവും ഇവയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്നു. ആൺമത്സ്യങ്ങളെക്കാൾ വലിപ്പം കൂടുതൽ പെൺമത്സ്യങ്ങൾക്കായിരിക്കും. വീർത്ത രൂപം കാരണം ഇവയ്ക്ക് ചിലപ്പോൾ ദഹന പ്രശ്നങ്ങളും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. അതിനാൽ എളുപ്പത്തിൽ ദഹിക്കുന്ന ഗുണനിലവാരമുള്ള തീറ്റ നൽകുന്നത് ഇവയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ മോളി ഫിഷുകളെ ഒറ്റയ്ക്ക് വളർത്തുന്നതിനേക്കാൾ 5-ൽ കൂടുതൽ മോളി ഫിഷുകളെ ഒരുമിച്ച് വളർത്തുന്നതാണ് നല്ലത്. കൂടാതെ 2 പെൺമത്സ്യങ്ങൾക്ക് 1 ആൺമത്സ്യം എന്ന അനുപാതത്തിൽ നിലനിർത്തുക. അതുപോലെ തന്നെ മോളി ഫിഷുകൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള ചെറിയ മത്സ്യങ്ങളെയോ ഷ്രിമ്പുകളെയോ ടാങ്കിൽ നിന്ന് ഒഴിവാക്കുക. ബലൂൺ മോളികൾ പൊതുവെ സമാധാനപ്രിയരും സാമൂഹിക സ്വഭാവമുള്ളവയുമാണ്. അതിനാൽ സമാന വലിപ്പമുള്ളതും ആക്രമണാത്മകമല്ലാത്തതുമായ മറ്റു മത്സ്യ ഇനങ്ങളെ ഇവരുടെ കൂടെ ഇടാവുന്നതാണ്. ബലൂൺ മോളി മത്സ്യങ്ങൾക്ക് അനുയോജ്യമായ കൂട്ടുകാർ എന്ന് പറയുന്നത് പ്ലാറ്റികൾ, ഗപ്പികൾ, കോരി, കാറ്റ് ഫിഷ്,
ഡാനിയോകൾ, ടെട്രകൾ, ലൊച്ചുകൾ എന്നിവ നല്ല കൂട്ടാളികളാണ്. കാരണം ഇവയ്ക്കെല്ലാം ഒരേ ജലതാപനില ആവശ്യമാണ്. ഇനി നമ്മുടെ ബലൂൺ മോളിക്ക് ആവശ്യമായിട്ടുള്ള ജലതാപനിലയും മറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുമാണ് പറയാനായി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവരുടെ വാട്ടർ പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാനായി പോകുന്നത്. ഇവർക്ക് ആവശ്യമുള്ള ജലതാപനില എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസ് മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതേപോലെ തന്നെ ഇവരുടെ pH നില എന്ന് പറയുന്നത് 7.5 മുതൽ 8.5 വരെയാണ്. അതായത് അല്പം ക്ഷാരഗുണമുള്ള വെള്ളമാണ് ഇവർക്ക് ആവശ്യം. ബലൂൺ മോളികൾക്ക് നല്ല ഫിൽട്രേഷൻ സംവിധാനം ആവശ്യമാണ്. ഇവ സജീവമായി നീന്തുന്നതിനാൽ ടാങ്കിൽ നല്ല സ്ഥലവും വേണം. അതുപോലെ തന്നെ ഇവയ്ക്ക് അല്പം ഉപ്പ് വെള്ളമാണ് ഇഷ്ടം, എങ്കിലും ശുദ്ധജലത്തിലും വളരും. അപ്പോൾ ഇനി നമ്മുടെ ബലൂൺ മോളി ഫിഷുകൾ പ്രസവിച്ചിട്ട് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ 2 കളറിലുള്ള കുട്ടികളെയാണ് നമുക്ക് ഇറങ്ങി കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബലൂൺ മോളി ഫിഷുകൾക്ക് കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ അനുയോജ്യമായിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചൂട് കാലാവസ്ഥയാണ് ഏറ്റവും അനുയോജ്യം. പരമാവധി ഇവരെ പ്ലാന്റഡ് ആയ ടാങ്കുകളിലൊക്കെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷാണ് ഈ ബലൂൺ മോളി ഫിഷുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വളരെ സമാധാനപ്രിയരായ ഇവരെ ഗപ്പി, സ്വാറ്റ് ടെയിലിന്റെ കൂടെയൊക്കെ വളർത്താവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.